ആന്റണി പാഷനിൽ ഈ കേസിൽ ട്വിസ്റ്റാണ് എന്ന് പറയാൻ പറ്റുമോ? രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. ഇതിനകത്തൊരു ട്വിസ്റ്റ് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഏതാണ്ട് 2 മാസമാകുന്നു നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ സംഭവിച്ചിട്ട്. ഒക്ടോബർ 15-നാണല്ലോ സംഭവിച്ചത്. ഡിസംബർ 15 അതായത് ഒരാഴ്ച കഴിയുമ്പോൾ 2 മാസമാവുകയാണ്. ഈ കേസിൽ എന്താണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്? ഇത്രയും കാലം ആയിട്ട് നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തതിന് ഒരു സാഹചര്യമുണ്ടായി. അത് അദ്ദേഹം സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ PP ദിവ്യ നടത്തിയ പ്രസംഗം, അത് അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടാക്കി. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത്. അതിനുശേഷം എന്ത് പുരോഗതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത്? എത്ര വൈകിയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയത്? ഈ SIT എന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കൽ പോലീസ് ആണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം വെച്ചാൽ കണ്ണൂർ ഉള്ള 2 SHOമാർ, 2 SIമാർ, ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ, ഇവരെയൊക്കെ വെച്ചിട്ടാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ കേസ് ഡയറി ഹാജരാക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, കോടതി ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിക്കും അറിയില്ല എന്തൊക്കെ പുരോഗതി ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആകെപ്പാടെ നമ്മുടെ മുമ്പിലുള്ളൊരു സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലം അത് ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന ആദ്യം ഈ കേസ് അന്വേഷിച്ച SI കൊടുത്തിരിക്കുന്ന, കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ത് ആത്മഹത്യയാണെന്ന്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് പരിശുദ്ധമായ ഒരു ഡോക്യുമെൻ്റ് ഒന്നുമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധമായൊരു റിപ്പോർട്ടാണ് എങ്കിൽ പിന്നെ ഇനി അതിൻ്റെ മേലൊരു അന്വേഷണം വേണ്ടല്ലോ. ആത്മഹത്യയാണ് എന്ന് എഴുതി അവിടെ കേസ് ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യയാണെന്ന് പറയുന്നു. പിന്നെ എല്ലാ CCTV ദൃശ്യങ്ങളും ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കോൾ ഡേറ്റാസ് എല്ലാം ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാവരുടെയും, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് ഇൻക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരു സ്വതന്ത്ര സാക്ഷിയുടെയും ഒരു വിദഗ്ധൻ്റെയും സാന്നിധ്യത്തിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണോ അന്വേഷണ പുരോഗതി എന്ന് പറയുന്നത്? എന്താണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ? അതിലേക്കല്ലേ ഈ അന്വേഷണം പോകേണ്ടത്? അപ്പോഴല്ലേ ഒരു അന്വേഷണം നടക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം സർക്കാരും അതുപോലെ തന്നെ പോലീസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ്. എന്താണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയുന്നത്? ഇത് പൂർണ്ണമായും ഒരു ആത്മഹത്യയാണെന്നും ഇതിന് പിന്നിൽ ആരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും എഴുതി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രശാന്തൻ്റെ കാര്യത്തിൽ എന്താണ് പോലീസ് അന്വേഷിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഒരു കുറ്റം ചെയ്തതായി പറഞ്ഞു എന്നുള്ളത്. അക്കാര്യത്തിൽ എന്ത് അന്വേഷണമാണ് നടന്നിരിക്കുന്നത്? PP ദിവ്യയും ഒരു മാധ്യമവും കൂടി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള നടത്തിയിട്ടുള്ള മാനിപ്പുലേഷനെ കുറിച്ച് എന്താ അന്വേഷണം നടന്നിട്ടുള്ളത്? ഇതൊന്നും അന്വേഷിക്കപ്പെട്ടിട്ടില്ല. ഈ കുറേ കാര്യങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു. അത് കോൾ ഡേറ്റയും CCTV ദൃശ്യങ്ങളും ഒക്കെയാണ്. അത് മുനീശ്വരൻ കോവിലേക്ക് അദ്ദേഹം പോയതിൻ്റെത്, അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതിൻ്റെത്, കളക്ടറേറ്റ് പരിസരത്ത് യാത്ര ചെയ്തതിൻ്റെ, ഇതിൻ്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ, ബന്ധപ്പെട്ട കുറച്ച് ആളുകളുടെ മൊഴികൾ, അപ്പുറത്തേക്ക് അതും ആ മൊഴികൾ ആരുടെയാണെന്നറിയോ? ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ, അതുപോലെ തന്നെ രണ്ടാമത് വന്ന ADMൻ്റെ, ഇവരുടെയൊക്കെ മൊഴികളാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് കേസ് അന്വേഷണത്തിൻ്റെ പുരോഗതി എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് രക്തപ്പാടുണ്ടായിരിക്കുന്നു അടിവസ്ത്രത്തിൽ എന്നാണ്. അതായത് രക്തപ്പാടുണ്ടായിരിക്കുന്നു എന്ന് ഇൻക്വസ്റ്റ് കണ്ടെത്തുമ്പോൾ അദ്ദേഹം വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ദേഹപരിശോധന നടത്തുമ്പോൾ പൂർണ്ണമായിട്ടും ഇത് വസ്ത്രമെല്ലാം മാറ്റിയിട്ടാണല്ലോ ആ പരിശോധന നടത്തുന്നത്. വേണമെങ്കിൽ അത് ആ സമയത്ത് രജിസ്റ്റർ ചെയ്യപ്പെടണമെന്നില്ല. അത്തരത്തിലുള്ള വൈദ്യങ്ങൾ വേണമെങ്കിൽ ഉണ്ടാകാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രക്തപ്പാട് വരുന്നത് വഴി ഇനിയിപ്പോൾ കോടതിയാണ് ഇതിനകത്തൊരു കാര്യം തീരുമാനിക്കേണ്ടത്. കോടതിയുടെ മുമ്പിലാണല്ലോ കുടുംബം പോയി പറഞ്ഞിരിക്കുന്നത് ഇത് കൊലപാതകമാണ് എന്ന്. അത് കൊലപാതകമാണെന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് കോടതി ചോദിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് ഈ പറയുന്ന രക്തപ്പാടുള്ള അടിവസ്ത്രം ലഭിക്കുന്നത്. ആ അടിവസ്ത്രത്തിൽ രക്തപ്പാടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ദേഹപരിശോധന റിപ്പോർട്ടിൽ ഇല്ലാതിരിക്കുന്നത്, തിടുക്കം പിടിച്ച് ഇൻക്വസ്റ്റ് നടത്തിയിരിക്കുന്നത്, അതിനുശേഷം വളരെ തിടുക്കത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കുന്നത്, പിന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബാക്കിയുള്ള എല്ലാ തെളിവുകളും ഈ ആത്മഹത്യയായിരുന്നു എന്ന് തെളിയിക്കാൻ പാകത്തിൽ അടുക്കി വെക്കുന്നൊരു പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിലൊക്കെ കോടതി ഇനി ഗൗരവകരമായി ഇടപെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഈ അന്വേഷണത്തിൽ നിൽക്കുമ്പോൾ വേണമെങ്കിൽ കോടതിക്ക് ഇടപെട്ടിട്ട് CBI അന്വേഷണം വരട്ടെ എന്ന് പറയാം. കാരണം സർക്കാർ വാദിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സുതാര്യമായും നല്ല ഗംഭീരമായും അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പോലീസിൻ്റെ സത്യവാങ്മൂലവും അങ്ങനെയാണ്. എന്നാൽ മറുഭാഗത്ത് അവരുടെ കുടുംബത്തിന് ഈ സംശയങ്ങൾ നിൽക്കുന്നു. പക്ഷേ അവർക്കത് സ്വാധൂകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾക്ക് ഈ കേസ് അന്വേഷണത്തിൽ ഇടപെടാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ഈ PP ദിവ്യയൊക്കെ വളരെ സ്വാധീനമുള്ള പാർട്ടി, CPM വലിയ സ്വാധീനമുണ്ട്, CPM ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേസിൻ്റെ അന്വേഷണമൊക്കെ അട്ടിമറിക്കപ്പെടാം എന്നൊക്കെയുള്ള ചില കാര്യങ്ങളിങ്ങനെ എന്താ പറയുക, നമ്മൾ ഊഹങ്ങൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് കൃത്യമായി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വൈരുദ്ധ്യം ഉണ്ടായിരിക്കുന്നത് വേണമെങ്കിൽ കോടതിക്ക് ഈ കാര്യത്തിൽ ഇടപെടാനുള്ളൊരു സാഹചര്യത്തെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിലൊരു ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ഉണ്ടാവണം
എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്വതന്ത്രമായ ഇപ്പോൾ CBI വരുന്നു എന്ന് പറയുമ്പോൾ CBI അന്വേഷിച്ച കേസുകളെല്ലാം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ CBIക്ക് രാഷ്ട്രീയ സ്വാധീനമില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി വർക്കർ, ആ പാർട്ടിയിലെ പ്രോമിനൻ്റായ ഒരു ലീഡർ പ്രതിയായി നിൽക്കുന്ന കേസിൽ ആ പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടി ഭരിക്കുന്നതിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസിൽ നിന്ന് ആ കുടുംബത്തിന് നീതി കിട്ടില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലെറ്റ് CBI കം. അപ്പോൾ അതോടുകൂടി കുറച്ചുകൂടി ഒരു സുതാര്യതയെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ചെയ്യുമല്ലോ, കാര്യമായൊരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുമെങ്കിലും ചെയ്യും. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. Meet the editors.